So let's do a problem. A dam is built across a stream of rectangular cross section which carries water at the rate of 5 meter cube per second. As a result, the depth of flow just upstream of the dam is increased to 2.5 meter. The stream is 3 meter wide and has a bed slope of 1 in 4,900. The channel is lined with concrete having Manning's n equal to 0.015. How far upstream the depth? Within 10 centimeter. How far upstream is the depth? Within 10 centimeter of the normal depth. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റ എഴുതാം. So here V is equal to 1 by n r raised to 2 by 3 sf raised to 1 by 2. ഇതില് let the normal depth of flow be yn. നോർമൽ ഡെപ്തിനെ yn ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വരും? ഡിസ്ചാർജ് തന്നിട്ടുണ്ട് 5 meter cube per second. So discharge by area will give you velocity. 5 by area എത്ര വരും? 3 meter width yn depth. So 5 by 3 yn is equal to Manning's n is 0.015. So 1 by 0.015 into r raised to 2 by 3. r എത്രയാണ്? area by perimeter. 3 plus 2yn. 3yn by 3 plus 2yn. The whole raised to 2 by 3 into ഇത് prismatic ചാനലിലാണ് ചെയ്യുന്നത്. SF S0 അപ്പോൾ സെയിം ആണ്. 1 by 4,900 raised to half. ഇവിടെ നമുക്ക് S0 ഇട്ട് തന്നെ ചെയ്യാം. അതായത് S0 SF എടുക്കാൻ നമ്മൾ നോർമൽ ഡെപ്ത് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ കറസ്പോണ്ടിങ് ടു യൂണിഫോം ഫ്ലോ ആണ്. യൂണിഫോം ഫ്ലോ വരുമ്പോൾ ഡെപ്ത് ഓഫ് ഫ്ലോ ഒരു പർട്ടിക്കുലർ ഡിസ്ചാർജിൽ യൂണിഫോം ഫ്ലോ ആണെങ്കിലുള്ള ഡെപ്ത് ഓഫ് ഫ്ലോയാണ് നോർമൽ ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ SF ആണെങ്കിൽ നമുക്ക് ഇവിടെ നോർമൽ ഡെപ്ത് കണ്ടുപിടിക്കാനായിട്ട് SF S0 ഈക്വൽ ആയിരിക്കും. യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ ട്രയൽ ആൻഡ് എറർ അതായത് പല പല വാല്യൂസ് ഓഫ് y ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏത് വാല്യൂലാണോ സാറ്റിസ്ഫൈ ആവുന്നത് ആ വാല്യൂ എടുക്കാം. അതാണ് ബൈ ട്രയൽ ആൻഡ് എറർ. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ yn 1.95 മീറ്റർ എന്ന് കിട്ടും. 1.95 മീറ്റർ. ഇനി ഇതിനകത്ത് നമുക്ക് ക്രിട്ടിക്കൽ ഡെപ്ത് കണ്ടുപിടിക്കാം. Q is equal to capital Q by B. That is 5 by 3. അപ്പോൾ YC എത്ര വരും? Q square by G the whole raised to 1 by 3. That is 5 by 3 the whole square by 9.81 raised to 1 by 3. 0.656 meter. So yn greater than YC. y എന്ന് പറയുന്നത് 2.5 മീറ്റർ ആയിരുന്നു. അപ്പോൾ y greater than yn greater than YC. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ഫ്ലോ ആണ്? സബ് ക്രിട്ടിക്കൽ ഫ്ലോ. Now length of water curve is to be determined between the point 1. How far upstream is the depth within 10 centimeter of normal depth? 10 centimeter within 10 centimeter of normal depth. That depth എത്രയാണ്? 1.95 plus 0.1 that is 2.05 meter. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് വാട്ടർ കർവ് കണ്ടുപിടിക്കേണ്ട ഡെപ്ത് ഏതൊക്കെയാണ്? 2.5 മീറ്ററും 2.05 മീറ്റർ. ഇതിന്റെ ഇടയിലാണ് നമുക്ക് ലെങ്ത് ഓഫ് വാട്ടർ കർവ് കണ്ടുപിടിക്കേണ്ടത്. 2.5 മീറ്ററിനും 2.05 മീറ്ററിനും ഇടയിലുള്ള ലെങ്ത് ഓഫ് വാട്ടർ കർവ് വേണം കണ്ടുപിടിക്കാൻ. സോ ഫസ്റ്റ് ടാബുലർ കോളം വരച്ച് വേണം ചെയ്യാൻ. ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് ചെയ്യണം. ഫസ്റ്റ് കോളം is depth y in meter, then
area in meter square, perimeter in meter, again R in meter, V in meter per second, V square by 2G in meter, SF നമുക്ക് ഇൻറ്റു 10⁻⁻4 ഇട്ടിട്ട് ചെയ്യാം, എഴുതാൻ എളുപ്പത്തിന്, യൂണിറ്റ് ഇല്ല. ദെൻ E in meter, ലാസ്റ്റ് SF ഡാഷ് ഇൻറ്റു 10⁻⁴. നമ്മൾ SF1 പ്ലസ് SF2/2 അതാണ് SF ഡാഷ്. ലാസ്റ്റ് ഡെൽറ്റ എക്സ് ഇൻ മീറ്റർ. അപ്പോൾ ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻസ് എഴുതിയിട്ട് റീച്ചിന്റെ ഓരോ സെക്ഷനിലുള്ളതായിട്ട് കണ്ട് പിടിക്കാം. അപ്പോൾ എ എത്ര വരും? ഏരിയ വിൽ ബി 3y, പെരിമീറ്റർ വിൽ ബി 3 + 2y, സോ R is equal to A/P. നിങ്ങൾ ജനറൽ ഇക്വേഷൻ എഴുതണം, കാരണം നമ്മൾ ഇവിടെ ഇനി ഓരോന്നിനും എഴുതി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ജനറൽ ഇക്വേഷൻസ് എന്താണെന്ന് എഴുതിയിരുന്നാൽ മതി. Now V is equal to Q/A and E will be equal to Y plus V square by 2G. ഇനി SF ഓരോ ഈ SF എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം V is equal to 1/n R raised to 2/3 SF raised to 1/2. അപ്പോൾ ആ ഇക്വേഷനിൽ നിന്നും SF എത്ര വരും? V square n square by R raised to 4/3. ഇനി S നോട്ട് തന്നിട്ടുണ്ട് 1/4900. 1/4900. നമ്മൾ ആദ്യം ഇത് നമ്മളടുത്ത് പറയാം, നമുക്കിപ്പോൾ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആണെന്ന് കിട്ടി. സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആണെങ്കിൽ നമ്മൾ അപ്സ്ട്രീമിലോട്ട് പ്രൊസീഡ് ചെയ്യണം. സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആണെങ്കിൽ അപ്സ്ട്രീമിലോട്ട് പ്രൊസീഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ 2.5 ഇതിൽ എത്ര സ്റ്റെപ്സ് എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്കൊരു 4 സ്റ്റെപ്സ് എടുക്കാം. സോ 2.5. അപ്പോൾ നമ്മുടെ ഡെപ്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 2.5 തൊട്ട് 2.05 വരെ പല പല ഇന്റർവെല്ലിൽ ഡെപ്സ് എടുത്ത് വേണം കമ്പ്യൂട്ട് ചെയ്യാൻ. അതായത് ഈ ചാനൽ ഫുൾ ചാനൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് 2.5 to 2.05. അപ്പോൾ ആ ഫുൾ ലെങ്തിനെ നമ്മൾ പല പല റീച്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ഇടയിലുള്ള ഓരോ സെക്ഷൻസിലെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് വേണം ഫുള്ളായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പം ഫസ്റ്റ് ഡെപ്ത് 2.5 എടുക്കാം, പിന്നെ 2.35 എടുക്കാം, ദെൻ 2.2 എടുക്കാം, ദെൻ ലാസ്റ്റ് 2.05. ഇനി 2.5 ആണ് ഡെപ്ത് എങ്കിൽ ഏരിയ എത്ര വരും നോക്കാം. 3 × y 7.5 വരും. അതുപോലെ 2.35 ആണ് ഡെപ്ത് എങ്കിൽ എത്ര വരും? 3 × 2.5. അതുപോലെ 2.2 ആണെങ്കിലോ 3 × 2.2. ദെൻ 2.05 ആണെങ്കിലോ 3 × 2.05. അതുപോലെ പെരിമീറ്ററും 3 + 2y, yക്ക് നമ്മൾ ഈ ഓരോ വാല്യൂസ് ഇട്ട് കണ്ടുപിടിക്കാം. 3 + 2 × 2.5 8. ഇവിടെ 3 + 2 × 2.35 that is 7.7. Then 7.4 and here 7.1. 8 7.7 7.4 7.1. ഇനി നമ്മൾ എയും ബിയും കണ്ടുപിടിച്ചാൽ നമുക്ക് ഓരോ സെക്ഷനിലെയും R വാല്യൂ കണ്ടുപിടിക്കാം. എയും ബിയും കണ്ടുപിടിച്ചാൽ ഓരോ സെക്ഷനിലെയും R വാല്യൂ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് A/P. 0.9375, 0.9156, 0.8919, and last one 0.8662. ഇനി V കണ്ടുപിടിക്കാം. V is Q divided by A. ഇതിനകത്ത് Q എത്രയാണ്? 5 m³/s. So 5/7.5 0.6667. 5/7.05 that is 0.7092.
വളരെ ശ്രദ്ധിച്ച് കാൽക്കുലേഷൻ, സിമ്പിൾ ആണ് പക്ഷെ കുറച്ചധികം കാൽക്കുലേഷൻസ് ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ വേണം ടേബിളിൽ എൻ്റർ ചെയ്യാൻ. സിമ്പിൾ ആണ് പക്ഷെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. 0.7092 then point ഇവിടെ എത്ര വരും 5/6.6 0.7576 then 5/6.15 that is 0.8662. v square by 2g, v square by 2g 0.0266 226 0.0256 0.0292 then 0.0337. ആക്ച്വലി ഇത് ഓരോ സെക്ഷനും വേണം കാൽക്കുലേറ്റ്, അതായത് ഹൊറിസോണ്ടലി വേണം കാൽക്കുലേറ്റ് ചെയ്ത് തീർക്കാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പം കാൽക്കുലേഷൻസ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഒരേ സ്റ്റെപ്പിനകത്ത് ചെറിയ വാല്യൂസ് മാറ്റിയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാനും എളുപ്പമായിരിക്കും, കുറച്ചും കൂടെ മിസ്റ്റേക്സ് കുറവായിരിക്കും. മറ്റേ നമ്മൾ ഇതിപ്പോൾ ഒരേ ഇക്വേഷന്റെ വാല്യൂസ് മാറ്റിയിട്ട് ചെയ്യുന്നുണ്ട് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. മറ്റേത് പല പല ഇക്വേഷൻ പല പല വാല്യൂ ഇട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൺഫ്യൂസിങ് ആവും. ആക്ച്വലി ഇത് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടലി വേണം ചെയ്ത് തീർക്കാൻ. ഓരോ ഡെപ്തിനുള്ളത് കണ്ടുപിടിച്ചിട്ട് വേണം അടുത്ത ഡെപ്തിനുള്ളത് കണ്ടുപിടിക്കാൻ. അപ്പൊ ഇത്രയായി. വി സ്ക്വയറിന് എസ് എഫ് കണ്ടുപിടിക്കാം. ഈ മാത്സ് ഇക്വേഷനകത്തോട്ട് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എസ് എഫ് വാല്യൂ കണ്ടുപിടിക്കാം. അത് സം വാല്യൂ ഇൻറ്റു 10⁻⁻4 എന്നുള്ള ഫോമിലായിരിക്കും. അപ്പൊ ആ 10⁻⁻4 കോമൺ ആയിട്ട് നമ്മൾ മാറ്റി വെച്ചു എന്നുള്ളതേ ഉള്ളൂ. 1.08 ടാബ്ലേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് 1.08 1.27 ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. v square n square by r raised to 4/3 1.27 1.5 1.8. ഇനി e കണ്ടുപിടിക്കാം. y plus v square by 2g y plus v square by 2g that is 2.5226 2.3756 2.2 plus 0.0292 that is 2.2292 then 2.05 plus 0.0337 that is 2.0837. അപ്പൊ നമ്മൾ ഇയും കണ്ടുപിടിച്ചു. ഇത്രയും നമ്മൾ ഒരേ ലൈനിൽ തന്നെയാണ് എഴുതി പൊയ്ക്കൊണ്ടിരുന്നത്. ഇനി എസ് എഫ് ബാർ കണ്ടുപിടിക്കണം. എസ് എഫ് ബാർ അതായത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് ഡെൽറ്റ എക്സ് ആണ് കണ്ടുപിടിക്കുക. അതായത് ഈ ഡെപ്ത് തൊട്ട് ഈ ഡെപ്ത് വരെയുള്ള ചാനൽ സെക്ഷന്റെ ഇത്രയും ഈ രണ്ട് ഡെപ്തുകൾ തമ്മിൽ എത്ര ദൂരമുണ്ട് അതാണ് ഡെൽറ്റ എക്സ്. അപ്പൊ ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സെക്ഷനിലല്ല കണ്ടുപിടിക്കേണ്ടത്, ഒരു റീച്ചിലാണ് ഈ ഡെൽറ്റ എക്സ് വരുന്നത്. ഒരു റീച്ചിലാണ് നമുക്ക് ഡെൽറ്റ എക്സ് വരുന്നത്. അതായത് ഒരു ഡെപ്ത് തൊട്ട് അടുത്ത ഡെപ്ത് വരെ എത്ര ഡിസ്റ്റൻസ്, ഈ ഡെപ്ത് തൊട്ട് ഈ ഡെപ്ത് വരെ എത്ര ഡിസ്റ്റൻസ്, ഈ ഡെപ്ത് തൊട്ട് ഈ ഡെപ്ത് വരെ എത്ര ഡിസ്റ്റൻസ്, അങ്ങനെ നമ്മൾ ഷോർട്ട് റീച്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എക്സ് ഡെൽറ്റ എക്സ് കണ്ടുപിടിച്ചിട്ട് മൊത്തം എത്രയായിരിക്കും അപ്പം ആഡ് ചെയ്യുന്നതായിരിക്കും ഫുൾ ആയിട്ട്. ക്ലിയർ? അപ്പൊ നമ്മൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് എസ് എഫ് ബാർ കണ്ടുപിടിക്കും. എസ് എഫ് ബാർ കണ്ടുപിടിക്കുന്നത് ഈ എസ് എഫിന്റെയും ഈ എസ് എഫിന്റെയും കൂടെ ആവറേജ് എടുക്കണം. 1.08 1.27 ഇൻറ്റു 10⁻⁻4ന്റെ ആവറേജ് എടുക്കണം. അപ്പൊ 1.175 എന്ന് വരും. അത് നിങ്ങൾ രണ്ടിന്റെ നടുക്ക് എഴുതണം. ഈ രണ്ടിന്റെ നടുക്ക്, അതായത് ഈ റീച്ചിൽ വരുന്ന എസ് എഫ് ബാർ. ഇനി അടുത്ത റീച്ച് 2.35 to 2.2, അതിന്റെ എസ് എഫ് ബാർ എത്ര വരും? 1.27 into 10⁻⁻4 plus 1.5 into 10⁻⁻4/2. അതിന്റെ രണ്ടിന്റെ ആവറേജ് എടുക്കുക. സോ 1.385. ഇത് നമ്മൾ 3 റീച്ച് എടുത്താണ് ചെയ്യുന്നത്. 4 ഡെപ്ത്, അതായത് 3 റീച്ച്. നൗ 2.2 2.05 അതിന്റെ എസ് എഫ് ബാർ, അതായത് ഇതിന്റെ രണ്ടിന്റെ ആവറേജ് 1.65 എന്ന് വരും. ഇനി ഡെൽറ്റ എക്സിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ഡെൽറ്റ ഇ ബൈ എസ് നോട്ട് മൈനസ് എസ് എഫ് ബാർ എന്ന് എടുക്കണം. ഓർ E2 minus E1 by S0 minus SF bar. E2 minus E1 by S0 minus SF bar. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഡെൽറ്റ ഇ ഒരു കോളം കൂടെ എടുക്കാം.
അതല്ലെങ്കിൽ E2 മൈനസ് E1. അപ്പോൾ നമ്മൾ ആദ്യത്തെ എടുക്കുമ്പോൾ E2 മൈനസ് E1 ഡിവൈഡഡ് ബൈ S0 എത്രയാണ് 1/4900 മൈനസ് 1.175 ഇൻറ്റു 10⁻⁻⁴ എന്ന് വരും. E2 എന്ന് പറയുന്നത് 2.5226, E1 is 2.3756. അപ്പോൾ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് E2 മൈനസ് E1 ഡിവൈഡഡ് ബൈ 1/4900, അതാണ് S0 മൈനസ് SF ബാർ ആക്കണം. കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 1699.42 എന്ന് കിട്ടും. അത് നിങ്ങൾ നടുക്ക് എഴുതണം. ഈ റീച്ചിനാണ്, അപ്പൊ നിങ്ങൾ നടുക്ക് എഴുതുക. അതുപോലെ അടുത്തത് E2 മൈനസ് E1 2.3756 മൈനസ് 2.2292 divided by S0 1/4900 minus 1.385 into 10⁻⁻⁴. അപ്പോൾ 2235.11 കിട്ടും. ലാസ്റ്റ് റീച്ചിലത് 2.292 minus 2.0837 divided by 1/4900 minus 1.65 into 10⁻⁻3. That is 3730.77. ഇനി നമുക്ക് വേണ്ടത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡെൽറ്റ എക്സ്. അപ്പൊ ഇതിന്റെ സം എടുക്കാം. ഇൻഡിവിജ്വൽ ഡെൽറ്റ എക്സസിന്റെ സം എടുക്കണം. 7665.3 മീറ്റർ. അതാണ് നമുക്ക് വേണ്ട ആൻസർ. 7665.3 മീറ്റർ. നിങ്ങൾക്ക് കുറച്ചും കൂടെ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ ഈ E2 മൈനസ് E1 എന്നുള്ളത് ഒരു കോളം അടുത്തത് കൊടുക്കാം. ഡെൽറ്റ ഇ വേണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ഇ കൊടുത്തിട്ട് ഡെൽറ്റ ഇ ബൈ S0 മൈനസ് SF ബാർ. E2 മൈനസ് E1 ഡിവൈഡഡ് ബൈ S0 മൈനസ് SF ബാർ. അതുപോലെ ഇത് വീണ്ടും E2 E1, പിന്നെ ഇത് E2 ഇത് E1 ആണ്. സോ E2 മൈനസ് E1 ബൈ S0 മൈനസ് SF ബാർ ചെയ്യുമ്പോൾ ഡെൽറ്റ എക്സ് കിട്ടും. അപ്പൊ ചെറിയ ചെറിയ റീച്ചിന്റെ ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കും. അതായത് SF ബാർ ഡെൽറ്റ എക്സ്, ഇനി ഡെൽറ്റ ഇ എഴുതുകയാണെങ്കിൽ അത് നമ്മൾ രണ്ടിനെയും നടുക്ക് എഴുതണം. അപ്പൊ ഈ ഡെൽറ്റ എക്സുകളെല്ലാം ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഡെൽറ്റ എക്സ് കിട്ടും. അതായത് 2.5 മീറ്ററും 2.05 മീറ്ററും ഡെപ്ത് വരുന്ന രണ്ട് സെക്ഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് 7665.3 മീറ്റർ. 7665.3 മീറ്റർ. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, കുറച്ചൊന്ന് ശ്രദ്ധിച്ച് സോൾവ് ചെയ്യേണ്ടി വരും. കുറച്ചൊന്ന് ശ്രദ്ധിച്ച് സോൾവ് ചെയ്യണം. Now next question. A river 90 meter and 3 meter deep has stable bed and vertical banks with a surface slope of 1 in 2500. Estimate the length of backwater curve produced by an afflux of 2 meter. Assume Manning's n is 0.035 meter. Assume Manning's n is 0.035 meter. So B is 90 meter. ഒരു സെക്ഷനിലെ ഡെപ്ത് y1 is 3 meter. Surface slope 1 in 2500. പിന്നെ നമുക്ക് ലെങ്ത് ഓഫ് ബാക്ക് വാട്ടർ കർവ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ അഫ്ലക്സ് ഓഫ് 2 മീറ്റർ. അതായത് ഒരു 3 മീറ്റർ ഉണ്ട്. ഇനി ഇതിന്റെ കൂടെ ഒരു അഫ്ലക്സും കൂടെ ഉണ്ടാകുന്ന പറയുമ്പോൾ മറ്റേ സെക്ഷനിലെ ഡെപ്ത് 3 + 2 = 5 മീറ്റർ ആണ്. ഇതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ട ഒറ്റ സ്റ്റെപ്പിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. മാനിങ്സ് n 0.035. Manning's n is 0.035.
ഒറ്റ സ്റ്റെപ്പിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും നോക്കാം. ഫസ്റ്റ് സെക്ഷൻ എടുക്കാം. y1 is equal to 3 meter ആണെങ്കിൽ a1 will be 90 into 3, that is 270 meter square. അതുപോലെ a2 എത്ര വരും? 90 into 5, 450. P is equal to 90 plus 2 into 3, 96 meter. അതുപോലെ ഇവിടെ P1, P2 എത്രയായിരിക്കും? 90 plus 2 into 5, that is 100 meter. അപ്പോൾ R1 is equal to 270 by 96. R2 is equal to 450 by 100. ഇനി രണ്ടാമത്തെ സെക്ഷനിലെ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ സെക്ഷനിലെ SF കണ്ടുപിടിക്കണം. ഇതിൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കും. Q is equal to 1 by n. Q is equal to 1 by n AR raised to 2 by 3. S naught raised to 1 by 2. 1 by n AR raised to 2 by 3. S naught raised to 1 by 2. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് Q കണ്ടുപിടിക്കാം. That is 1 by 0.035 into 270 into 270 by 96 raised to 2 by 3 into S naught 1 by 2500. The whole raised to 1 by 2. നമുക്ക് Q വാല്യൂ കിട്ടും 307.412 meter cube per second. ഇതേ Qയിൽ നമ്മൾ SF2 ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. SF, that is Q square n square by A square അല്ല A square R raised to 4 by 3. A square R raised to 4 by 3. ഇത് നമ്മൾ സെക്കൻഡ് സെക്ഷന് ചെയ്യണം. ഇത് ഏതിനാണ് ചെയ്യേണ്ടത്? സെക്കൻഡ് സെക്ഷന് വേണം ചെയ്യാൻ. That is 307.412 square into 0.035 square divided by A square എന്ന് പറഞ്ഞാൽ 450 square into 450 by 100 the whole raised to 4 by 3. 1.65 into 10 raised to minus 4. അപ്പോൾ ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കാം. E2 minus E1 by S naught minus SF. S naught 1 by 2500. SF എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. 1.65 into 10 raised to minus 4. ഇനി E1 is y1 plus q square by 2g a square ഉം E2 is equal to y2 plus q square by 2g a2 square. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ E1 E2 കിട്ടും. 5.0238 ഉം E2
5.0238 minus E1 3.0662. Solve you will get 833.0.213 meter. Solve you will get 8330.213 meter എന്ന് കിട്ടും. (8330.213 meter എന്ന് കിട്ടും.